മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് ഒരു കോപ്പിയടി ആരോപണമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. 1993 റിലീസായ മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്ക് 1985 ഇറങ്ങിയ വിജനവീഥി എന്ന നോവലുമായി വളരെ സാദൃശ്യമുണ്ട്. 1985 കുങ്കുമം എന്ന മാഗസിനിലാണ് വിജനവീഥി ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. പിന്നീട് 1987 പുസ്തകമായി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. വിജനവീഥി എന്ന നോവൽ എഴുതിയത് അശ്വതി തിരുനാൾ എന്ന എഴുത്തുകാരനാണ്. എന്നാൽ 1993 മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസായപ്പോൾ ആരും ഇത് ഐഡന്റിഫൈ ചെയ്തില്ല. കാരണം വേറൊന്നുമല്ല, വിജനവീഥി എന്ന നോവൽ ഒരു പരാജയമായിരുന്നു. ആരും അത് വായിച്ചിരുന്നില്ല എന്നതാണ് അതിന് സത്യം. എന്നാൽ സിനിമ ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ ഇത് പറഞ്ഞു തുടങ്ങി, ഈ സിനിമയ്ക്ക് വിജനവീഥി എന്ന നോവലുമായി സാദൃശ്യമുണ്ട് എന്ന്. എന്നാൽ സിനിമയുടെ സംവിധായകനായ ഫാസിലിനോടോ എഴുത്തുകാരനായ മധുമുട്ടത്തോടോ ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെയൊരു നോവൽ വായിച്ചിട്ടില്ല, ചിലപ്പോൾ അങ്ങനെ ഒരു സാമ്യമുണ്ടെങ്കിൽ അത് വെറും യാദൃശ്ചികം മാത്രമായിരിക്കും എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. അത് ഏറെക്കുറെ ശരിയുമായിരിക്കാം. എന്നിരുന്നാലും വിജനവീഥിയുടെ കഥയും കഥാപാത്രങ്ങളെയും പറ്റി നമ്മൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സാമ്യമാണ് നമുക്ക് മണിച്ചിത്രത്താഴുമായി ഫീൽ ചെയ്യുന്നത്. വിജനവീഥി എന്ന നോവൽ വായിച്ച പലരും ഈ സാമ്യത്തെ പറ്റി വളരെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ എതിർത്ത് സംസാരിച്ചവരും ധാരാളമാണ്. മണിച്ചിത്രത്താഴുമായി വിജനവീഥിക്ക് വളരെ സാമ്യമുണ്ട് എന്ന് പറയുന്നവരുടെ വാദങ്ങളെ നിഷേധിച്ചുകൊണ്ട് പറയുന്നവരുടെ പ്രധാനപ്പെട്ട വാദം എന്താണെന്നാൽ, വിജനവീഥി വായിച്ചതിന് ശേഷമല്ല മിക്കവരും മണിച്ചിത്രത്താഴ് കണ്ടിരിക്കുന്നത്. എല്ലാവരും സിനിമ കണ്ടതിന് ശേഷമാണ് വിജനവീഥി വായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജനവീഥി വായിക്കുമ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ കഥാപാത്രങ്ങളുടെ മുഖം നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വല്ലാത്തൊരു സാമ്യം എല്ലാവർക്കും ഫീൽ ചെയ്തിരിക്കുന്നത് എന്നാണ് വളരെ ഡീപ്പായിട്ട് ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തവർ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് നോവലും സിനിമയും തമ്മിലുള്ള ആ സാമ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ പ്രധാന കഥാപാത്രമായി വരുന്നത് ശോഭനയുടെ ഗംഗയാണ്. അതിന് ഇക്വലന്റ് ആയ ഒരു കഥാപാത്രം തന്നെയാണ് വിജനവീഥിയിലും വരുന്നത്. വിജനവീഥിയിൽ ആ കഥാപാത്രത്തിന്റെ പേര് ഗൗരി എന്നാണ്. അതേപോലെ കല്യാണം കഴിച്ചു വരുന്ന ഗംഗ തറവാട്ടിലെ നാഗവല്ലിയുടെ കഥ കേൾക്കുന്നത് പോലെ വിജനവീഥിയിലെ ഗൗരി പഴയ തിരുവിതാംകൂറിലെ ഒരു ചരിത്ര വനിതയായ സുഭദ്രയെ പറ്റി കേൾക്കുന്നു. ഗംഗയ്ക്ക് നാഗവല്ലി താനാണ് എന്നൊരു തോന്നൽ ഉണ്ടാകുന്നത് പോലെ തന്നെ സുഭദ്ര താനാണെന്ന് ഗൗരിക്കും തോന്നുന്നു. സിനിമയിൽ സണ്ണി എന്ന ഇന്റർനാഷണൽ സൈക്കാട്രിസ്റ്റ് വരുമ്പോൾ നോവലിൽ വിജയാനന്ദ് എന്ന ഇന്റർനാഷണൽ സൈക്കാട്രിസ്റ്റ് ആണ് വരുന്നത്. അതേപോലെ സിനിമയിൽ തിലകന്റെ കഥാപാത്രത്തെ കൊണ്ടുവന്ന് താന്ത്രിക വിദ്യയിലൂടെ ഈ മനോരോഗം ചികിത്സിക്കാൻ ശ്രമിക്കുമ്പോൾ നോവലിൽ വിജയാനന്ദ് എന്ന സൈക്കാട്രിസ്റ്റ് സ്വാമി സത്യജിത്തൻ എന്ന സന്യാസിയുടെ സഹായത്തോടു കൂടിയാണ് രോഗം ചികിത്സിക്കാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ സിനിമയിലും നോവലിലും ഇക്വലന്റ് ആയിട്ടുള്ള ഒത്തിരി രംഗങ്ങളുണ്ട്. അതായത് അല്ലിയെ തെക്കിനിയിലൂടെ ഓടിക്കുന്ന രംഗം, ആരാണ് എന്ന് കാണിക്കാതെ അദൃശ്യമായ ആരോ അല്ലിയെ തെക്കിനിയിലൂടെ ഓടിക്കുന്നുണ്ട്. അതേപോലെ തന്നെയുള്ള ചില രംഗങ്ങൾ ഈ നോവലിലുമുണ്ട്. ആരാണെന്ന് അറിയാതെ ഈ മനോരോഗി അതിലെ ഒരു കഥാപാത്രത്തെ ഓടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സണ്ണി നകുലനോട് ഗംഗയുടെ രോഗത്തെപ്പറ്റി പറയുന്ന ഒരു രംഗമുണ്ട്. അതിങ്ങനെയാണ്: 11 വയസ്സുള്ള ഒരു മുസ്ലിം ബാലിക 75 വയസ്സുള്ള വാരസ്യാരെ പോലെ പെരുമാറുക, സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ പഴയ കാലത്തുള്ളവർ അത് ബാധ കൂടിയതാണ് എന്നൊക്കെ പറയും. എന്നാൽ സൈക്കാട്രിയിൽ ഇതിന് ദ്വന്ദ്വ വ്യക്തിത്വം, അപര വ്യക്തിത്വം, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നെല്ലാമാണ് പറയുന്നത് എന്ന്. ഇതേപോലത്തെ ഡയലോഗുകളും ഇതേപോലത്തെ ഒരു സീനും നോവലിലുമുണ്ട്. പക്ഷേ നോവലിൽ പറയുന്നത് കുറച്ച് വ്യത്യസ്തമായാണ്. നോവലിൽ പറയുന്നത് 12 വയസ്സുള്ള ബ്രാഹ്മണ പെൺകുട്ടി 75 വയസ്സുള്ള പഞ്ചാബിയെ പോലെ സംസാരിക്കുകയും ഹിന്ദി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ്. അതേപോലെ നോവലിലും പറയുന്നുണ്ട് ഇതിന് പഴമക്കാർ ബാധ കൂടിയതാണ് എന്നൊക്കെ പറയുമെങ്കിലും മോഡേൺ സൈക്കാട്രിയിൽ ഇതിന് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെയാണ് പറയുന്നത് എന്ന്. ഈ സീനുകളും രണ്ടിലും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് പല ആളുകളും മണിച്ചിത്രത്താഴ് എന്ന സിനിമ വിജനവീഥിയുടെ കോപ്പിയാണ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി വിശദമായി മനസ്സിലാക്കിയ ക്രിറ്റിക്സ് പറയുന്നത് ഈ നോവൽ ഒരു പരാജയമായിരുന്നത് കൊണ്ട് തന്നെ ആ കാലത്ത് ആരും ഇത് വായിച്ചിരുന്നില്ല. എന്നാൽ സിനിമ കണ്ടതിന് ശേഷം ഇത് അതാണ് എന്നുള്ള ചില കിംവദന്തികൾ പറയുന്നപ്പോൾ പലരും ഈ നോവൽ വായിച്ചു നോക്കിയപ്പോൾ സിനിമ കണ്ടവർ ഈ നോവലിലെ കഥാപാത്രങ്ങളെല്ലാം സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. വിജയാനന്ദ് എന്ന കഥാപാത്രത്തെ പറ്റി പറയുമ്പോൾ അവരുടെ മനസ്സിൽ അറിയാതെ മോഹൻലാലിന്റെ രൂപം വന്നു. അതേപോലെ ഗൗരിയെ പറ്റി പറയുമ്പോൾ ശോഭനയുടെ രൂപവും വന്നു. അതുകൊണ്ടാണ് ഈ സാമ്യം എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് എന്നാണ് പല ക്രിറ്റിക്സും പറഞ്ഞിട്ടുള്ളത്. അന്ന് നോവൽ എഴുതിയ അശ്വതി തിരുനാൾ എന്ന എഴുത്തുകാരനോട്
ഇന്ന് ഇതിനെപ്പറ്റി ചോദിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കുറെ കാലങ്ങളായി സിനിമകൾ കാണാറേയില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് അറിയില്ല എന്നാണ്. കാരണം അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്ത് ഏകലവ്യാശ്രമം എന്നൊരു ആശ്രമം തുടങ്ങി അവിടെ സ്വാമി അശ്വതി തിരുനാളായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ വിവാദങ്ങളോടൊന്നും യാതൊരു താല്പര്യവുമില്ല. ഇനി ഈ സിനിമയുടെ കഥ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് മധുമുട്ടത്തോടോ ഫാസിലിനോടോ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ ഒട്ടും മൈൻഡ് ചെയ്യാതെ മാറ്റിവെച്ച ഒരു കഥയായിരുന്നു മണിച്ചിത്രത്താഴിന്റേത് എന്നാണ്. 1985 മുമ്പ് തന്നെ മധുമുട്ടം ഈ കഥ ഫാസിലിനോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അന്ന് മധുമുട്ടം കൊണ്ടുപോയി കൊടുത്ത 4-5 കഥകളിൽ ഇന്നെന്നും കണ്ണേട്ടന്റേത്, കാക്കുത്തിക്കാവിലെ അപ്പുപ്പൻ താടികൾ മുതലായ കഥകളായിരുന്നു ഫാസിൽ ആദ്യം ചൂസ് ചെയ്തിരുന്നത്. ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞ ഈ കഥ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഫാസിൽ കേട്ടിരുന്നത് എന്നാണ്. എന്നാൽ ഈ കഥകളെല്ലാം ചെയ്തതിനു ശേഷം ഫാസിൽ പറഞ്ഞു തന്റെ കയ്യിൽ മറ്റൊരു കഥയുണ്ടായിരുന്നല്ലോ, ഒരു ഹൊറർ കഥ, ആ കഥ കൊണ്ടുവരൂ, നമുക്ക് സിനിമയാക്കാം എന്നാണ്. അങ്ങനെ ഫാസിൽ പറഞ്ഞു കൊടുത്ത വഴിയിലാണ് ഈ കഥ തിരക്കഥയായി വരുന്നത്. ആദ്യം അതൊരു ചാത്തനേറിന്റെ കഥയായിരുന്നു. അതിനുശേഷം മധുമുട്ടം തന്റെ വീടിനടുത്തുള്ള ആലുംമൂട്ടിൽ തറവാട് എന്ന തറവാടുമായി ബന്ധപ്പെട്ട ഒരു മിത്ത് ഈ കഥയിലോട്ട് ആഡ് ചെയ്തെടുക്കുന്നു. അതാണ് ഈ പറഞ്ഞ നാഗവല്ലിയുടെ കഥ. അതോടൊപ്പം തന്നെ അന്ന് പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റ് പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ കേസ് സ്റ്റഡിയിൽ നിന്നും വളരെ സങ്കീർണമായ ഒരു കേസും അദ്ദേഹം ചൂസ് ചെയ്യുന്നു. അതായത് ഭർത്താവിനോട് അടങ്ങാത്ത പകയുള്ള ഒരു ഭാര്യയുടെ കഥ. ഭർത്താവിന്റെ ജോലി തിരക്കുകൾ കാരണം ഭാര്യയുമായി സമയം ചെലവഴിക്കാൻ പറ്റാതെ ഭാര്യ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ വിഷമങ്ങൾ പകയായി മാറുന്ന ആ ഒരു കഥ അതുകൂടെ ഇതിനോട് ആഡ് ചെയ്ത് വളരെ ഭംഗിയായ ഒരു തിരക്കഥയായി മധുമുട്ടം അത് ഒരുക്കിയെടുക്കുന്നു. ഫാസിൽ തന്നെ പറഞ്ഞിട്ടാണ് സൈക്യാട്രിയുടെ ലെവലിൽ നിന്നും അതിനെ താന്ത്രിക വിദ്യയുടെ ലെവലിലേക്ക് മാറ്റിയെടുക്കുന്നത്. താന്ത്രിക വിദ്യയുടെ ലെവലിൽ നിന്ന് ഫാസിൽ പറയുന്ന ന്യായം എന്ന് പറയുന്നത് സൈക്യാട്രി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഒരു മനോരോഗ ചികിത്സയാണെങ്കിൽ താന്ത്രിക വിദ്യ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന സക്സസ്ഫുൾ ആയ ഒരു മനോരോഗ ചികിത്സാ രീതി ആണ് എന്നാണ്. അതിന്റെ രണ്ടിന്റെയും മിക്സ് കൂടെ ഇതിൽ വേണമെന്നത് ഫാസിലിന് തന്നെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്ലാസിക്കാണ് ഇവരെല്ലാം ചേർന്ന് നമുക്ക് സമ്മാനിച്ചത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും മണിച്ചിത്രത്താഴ് എന്ന ക്ലാസിക് സിനിമ വേറെ ലെവലാണ്. ഇന്ത്യൻ ക്ലാസിക് സിനിമകളുടെ പട്ടികയിൽ തന്നെ 2ാം സ്ഥാനത്താണ് മണിച്ചിത്രത്താഴ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വിവാദങ്ങൾ പറഞ്ഞാലും ആ മഹത്തായ സിനിമ അല്ലെങ്കിൽ ആ മഹത്തായ സൃഷ്ടിക്ക് പകരം വെക്കാൻ മറ്റൊന്നില്ല. അത് കാലാതിവർത്തിയായി ഇവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.